ഹലോ സാധനം മേടിക്കണായിരുന്നു. ഈ വീട്ടു സാധനം മേടിക്കാണ്ടേ ബീഫിന്റെ ഗുളിക കഴിക്കാൻ മറന്നു. ഗുളിക കഴിക്കാൻ മറന്നു വിട്ടാ പറ്റും. ഫോൺ തിരക്കാന്ന്. എന്തൊക്കെയാ വന്നതാ? ഏതലാ എന്താണ്? അര കിലോ തക്കാളി, ഒരു കാക്കിലോ ഇഞ്ചി എടുക്കും. എങ്ങോട്ടാ മൂന്നാൾ കൂടി ഇറങ്ങിക്കണേ? ഓണായിട്ട് ഒരു പുതിയ പെറ്റ് വെച്ചേക്കണേണ്. അതെ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളമില്ല ചതിയില്ല, അങ്ങനത്തെ ഒരു നാടായിരുന്നല്ലോ. പഴയ പാട്ടല്ലേ? പഴയ പാട്ടെന്ന് പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട്. അപ്പൊ ഞങ്ങള് ഒന്ന് മാതൃകയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം. എന്താണ്? ഞങ്ങൾ കള്ളം പറയില്ല എന്നൊരു തീരുമാനം എടുത്തേക്കാണ്. എത്ര കാലത്തേക്ക്? ഒരു 3 ദിവസം ഉണ്ടല്ലോ. മന്മഥൻ, ഞാൻ, ഉണ്ണി, ഞങ്ങൾ 3 പേരും ഒരു കളവും പറയൂല. കളവുമില്ല, ചതിയില്ല, നുണയില്ല. ഇന്ന് തുടങ്ങി തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരം 5 മണി വരെ. കള്ളം പറയണ ആള് 2500 രൂപ, പറയാത്ത ആൾക്ക് കൊടുക്കണം. കള്ളത്തരം പറയാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും ഇപ്പത്തെ കാലത്ത്? അങ്ങനെ പറയല്ലേ, കള്ളൊന്നും പറയരുതെന്നാണല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങളൊരാള് കള്ളം പറഞ്ഞു വിചാരിക്കാ, ഇത് ബാക്കിയുള്ളവരെ എങ്ങനെ അറിയാ പറഞ്ഞോ ഇല്ല എന്നുള്ളത്? അതാണ് ഓരോ വ്യക്തികൾ തമ്മിലുള്ള ഒരു വിശ്വാസം. ഇപ്പൊ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ ആയാ മതിയേനി. എന്നാ പറയണ അമ്മച്ചി? എന്നും കുടിച്ചെന്നെ വരല്. നോക്കട്ടെ ഞാൻ. ഫിക്സ് ചമച്ചിട്ട് അത് രണ്ടും കൂടി ഒന്നായാൽ. വേറൊന്നുമില്ല. അതാ വരുന്നുണ്ട്. വിളിക്കാവേ. മോളെ എവിടേക്കാ നിന്നേ? എന്താ മോള് ചെക്ക് പോസ്റ്റാ? 2 കൈകൊണ്ട് ഇങ്ങനെ ആക്കാൻ ഉള്ളുകൊണ്ടൊക്കെ. അതൊക്കെ ഞാൻ വെച്ചോളാം. നിങ്ങളെ വായിലെന്താണ്? തൊണ്ട ഭയങ്കര ഇരിച്ചല്. നിക്ക് വേണം? വേണ്ട, നല്ലതാ. അവയില് കൂട്ടേറി, എരിശ്ശേരി, പുളിശ്ശേരി, കോലൻ. ഓണത്തിന് നമുക്ക് അടിപൊളി ആക്കണം. എല്ലാം ഉണ്ട്. കൊണ്ടൊക്കെ മോളെ തകർക്കണം കേട്ടോ. ഓണമൊക്കെ ഞാൻ ആകാശമാക്കി തരാം. അതെ, കൊണ്ടക്ക്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആകാശം ഇടിഞ്ഞു പോണം. ഞാൻ കൊള്ളം പറയില്ല. കുറച്ചാ? അതെ, 3 സത്യം. നിങ്ങളല്ലേ പറഞ്ഞ മനുഷ്യ കുടിക്കില്ലാന്ന്? നിങ്ങൾ സത്യം ചെയ്തെന്റെ തലി തൊട്ടിട്ട്. എന്റെ മോളെ, ഇനി ഞാൻ കുടിക്കൂല. അതൊക്കെ പോടെ. ബോണസ് കിട്ടിയാ? ബോണസോ? കിട്ടി. കളവ് പറയില്ല. കളവ് പറയാൻ പാടില്ലല്ലോ. എടുത്തോ, എല്ലാം എടുത്തോ. ഇത്ര കിട്ടിയുള്ളൂ? മതി, ഒടിപ്പിച്ച് വെച്ചിരിക്ക. മോളെ, ചക്കര മുത്തേ തൊങ്കക്കൂടെ ഒന്ന മോളെ, ഏട്ടനെന്നേരെ ഒറ്റനോട്ട് തരും മോളെ. വട്ടച്ചെവിന് വാ. മുണ്ടെടുത്ത് മനസ്സിലാ നിങ്ങള്. ഈ ആവശ്യത്തിന് മാത്രമുള്ള നിങ്ങളുടെ പഞ്ചാര ഉണ്ടല്ലോ, ഈ റാണിന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾക്ക് ഇതിന് 1 രൂപ തരില്ല. എന്റെ മഹാബലി തമ്പുരാനെ, സത്യസന്ധതയ്ക്ക് 1 മിനിറ്റ് 2500 രൂപ പോയത്. തളരൂല. കണ്ടു എടി, വാടി, ഒരു കാര്യമുണ്ട്. എന്താണ് ദേ ഓണത്തിനെ എല്ലാ സ്ഥലത്തും ഓഫറാണ് കേട്ടാ. ഓഫറൊക്കെ കൊടുത്താ അവര് കാശുണ്ടാക്കട്ടെ. നമുക്കും കാശുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട്. എന്താണ്? ഞാനും നമ്മുടെ മന്മഥനും പിന്നെ ഉണ്ണിയും കൂടി ഒരു ബെറ്റ് വെച്ചേക്കണേണ്. എന്ത്? ഇന്ന് മുതല് 3 ദിവസം തിരുവോണ നാള് 5 മണി വരെ ഒരു കളവും പറയരുത്. എന്താണ്? ആര്? ഞാനും മന്മഥനും ഉണ്ണി. ബെസ്റ്റ് ആൾക്കാരാണ്.
എന്താണ് കള്ളയില്ലാത്ത 3 എണ്ണേ. ദേ ഉണ്ണി വിളിക്കണ. എന്താണ്? പറ്റിച്ച എന്താടാ? അങ്ങനെ വെറുതെ അത് പിന്നെ എന്താ നീ ഇടുന്നത് അപ്പണ എന്താണ്? അത് ഒന്നുമില്ല, ഇത് ബോണസ് കിട്ടിയല്ലോ. അപ്പൊ ഓടനോട് വരുമ്പോ എന്നെ ബോണസ് കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടി, എല്ലാം എടുത്തു കൊടുത്തു. പലൊരു കള്ളത്തിലും എല്ലാം ഒന്നുമില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. അത് നല്ലാണല്ലോ. എന്നാലും ഞാൻ ആ ബോണസ് കിട്ടിയെന്ന് ഒരു ചെറിയൊരു 1000 ഉറുപ്പിക എടുത്തിട്ട് ഞാൻ ഷണ്ടിന്റെ ഉള്ളിൽ വെച്ചിന്. പക്ഷെ അതാ അവക്കറിയില്ല, ഓട് ചോദിച്ചിട്ടില്ല. അപ്പൊ പ്രശ്നമില്ല, അവർ കള്ളത്തരാവൂല. പിന്നെ കള്ളത്തരല്ലാതെ എന്താണ്? എടാ നീ എന്താണ് വിചാരിക്കണത്? നീ ബോണസ് മുഴുവൻ പൈസ കൊടുക്കാതെ 1000 രൂപ അതൊന്ന് പൂത്തി വെച്ചേക്കണല്ലേ? അത് നിന്റെ മനസാക്ഷിനോട് ചെയ്യണ ഏറ്റവും വലിയ തെറ്റല്ലേ? നീ കള്ളത്തരം ചെയ്തേക്കണേന്ന്. നീ തോറ്റി. ആ വെച്ചു പോയി, നീ തോറ്റട്ടാ. നീ തോറ്റ്. കള്ളവുമില്ല, ചതിയുമില്ല, വെള്ളോളമില്ല, പൊളി വചനം. പൊളിച്ചു, നീ എന്നെ പൊളിച്ചു. ഇതു നമ്പർ ഇവിടെ എഴുതിയിടട്ടെ, വിളിക്കോ? ഇവിടെ എഴുതിയിടട്ടെ, ഈ ഗേറ്റും എഴുതിയിടാ. ഇത് എന്റെ നമ്പറേ ഈ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിളിക്കുക. എവിടെ 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 എവിടാ? ഒരു കടലാസിൽ എഴുതി ഒട്ടിച്ചു വെക്കണ അവിടെ. ഇല്ല, മാങ്ങ കൊടുക്കണ്ടെന്നേ. മാങ്ങ കള്ള നായ. എന്താണ് ഈ വഴിക്ക് കണ്ടതിന്റെ കാര്യം തല്ലോട്. എന്താണ് നോയിക്കൊണ്ടിരിക്കണേ? ആരാന്നേ? അതാരാന്നേ? ഏഴ് പൊടിയാത്ത്. ഈ മഞ്ഞ ചമ്മന്തിയായിരുന്നു ചുറ്റൂടണ്ടായിരുന്നത്, ഈ വെള്ളയല്ല. വെള്ളക്ക് എന്താണ് കുഴപ്പം? വെള്ളക്ക് എന്താണ് കുഴപ്പമൊന്നും? ഇപ്പൊ കുമ്മായ അടിച്ച പോലെയാണ് ഇരിക്കണത്. നിന്നൊക്കെ എടുത്തിട്ടുണ്ടടി. അളിയാ, എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വരണെങ്കിൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേട്ടാ. ഇല്ല, കാര്യമൊന്നുമില്ല, ഇല്ലെന്ന് പറഞ്ഞേരി. പിന്നെ നോക്കാം. ഇതിന്റെ കുഴപ്പം പറയാൻ അവനവിടെ സമയം വേറെ എന്താണ്ട് കുഴപ്പമുണ്ടാക്കിട്ട് വന്നേക്കണേ. എടി എനിക്ക് വീഡിയോ എടുക്കണ്ടേ? വീഡിയോ എടുക്കാൻ ഇപ്പൊ എന്താണ്? അതെന്തിലൂടെ ആ മഞ്ഞപ്പൂർത്തൊന്നും ചുറ്റൊന്നും മഞ്ഞപ്പൂങ്ങനെ നിന്റെ ആങ്ങളവിടെ ഉണ്ടോ? ആങ്ങളവിടെ ഉണ്ടോന്ന്? ഇല്ലല്ല. അളി എന്തിനകത്തുണ്ടാ? എന്താണ് എത്തിയേട്ടാ? അളി എന്തിനകത്തുണ്ടോന്ന് ഉണ്ടാ? അളി ഉണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ കാട്ടി എന്താണോ? അതുണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട്. വിളിക്ക്. പ്യാരി, എടാ പ്യാരി, എടാ എന്താണ്? സത്യേട്ടൻ വന്നേക്കണേ. നിനക്ക് വടി എന്താണ്ട് തരാനാന്നോ? എന്താണ്? എന്താണ്? എന്താ ഇവിടെ നിങ്ങൾ വാ. എന്താണ്? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ് ഇപ്പൊ?
ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഇല്ലെന്ന് പറയാം. അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അടുത്തേക്ക് പോകല്ലേ. എന്താ ഈ അടി എന്തിനാ മനസ്സിലായ? അടി എന്തിനാ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി പറഞ്ഞില്ലേ? മനസ്സിലായെന്ന് പറഞ്ഞല്ല. ഇനി മേലാൽ നീ എന്റെ കൊച്ചിന്റെ പുറകെ നടന്നു ഞാൻ അറിഞ്ഞ നിന്നെ കൊണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഉണ്ടാവൂല. അതാർന്നാ വിട്ട് കളഞ്ഞത് ഇല്ല. ഇനി ഇല്ല ചെയ്തടാ. ഇനി എന്നെ അങ്ങോട്ട് വരുത്തരുത്. ഇല്ല, ഇങ്ങോട്ട് കിടക്കേണ്ട വരുന്നില്ലല്ലോ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ അവന്. എല്ലാം ഓക്കെ ആണല്ലോ. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കോളാം. എന്തിന്റെ കേടാണ് ദൈവമേ. കിലോ 650 രൂപ 700 രൂപയാണ് വില. എന്നെ തൂക്കി വെക്കാനാ. നിന്നല്ലടാ പറ. ഈ പൂവിന്റെ കാര്യം പറഞ്ഞാണ് എല്ലാം നശിപ്പിച്ച്. നിങ്ങൾക്ക് പോവാണിപ്പ. ഞാൻ പറഞ്ഞല്ലേ അളിയനോട് ആരെങ്കിലും വന്നാ ഞാൻ ഇല്ലെന്ന് പറയാൻ. ഈ മനുഷ്യനാണ് നിങ്ങൾക്ക് എന്താണ്? എന്തൊരു പാടാണ് ദൈവമേ. എടി ഞാൻ ഓണമായിട്ട് 3 ദിവസം നുണ പറയൂല എന്ന് പറ്റി വെച്ചേക്കണല്ലേ. തെറ്റാണ് വലുത്. കണ്ണി കണ്ടോരെ തല്ലു വിളിച്ചപ്പോ മതിയായില്ലേ? നീ ചെയ്യണ ഓരോ തെമ്മാടിത്തരത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്യാൻ ഇവിടെ നടന്നിട്ട്? പിന്നെ എന്നെ കൊണ്ട് നുണ പറയിപ്പിക്കണ കാര്യം എന്താണ്? വേലായുധനാണേ. എന്റെ ദൈവമേ, പിരിവാരാണ് ട്ടാ. ഞാനിവിടെ ഇല്ല. ഇല്ലടി. ആ സുഖതേട്ടനാ. ഏതായാലും ഈ വഴിക്ക് വരില്ല, പിന്നെ ഇങ്ങോട്ട് തിരിയണ്ടല്ലോ കേട്ടോ. ഞങ്ങടെ ഞാൻ പോയിട്ടില്ല. അല്ല ഇതെന്ത് ഡിസൈൻ അത്? ഒരു പൂച്ച ഓടി വന്ന് പൂച്ചേനെ പിടിക്കാൻ ഇവനെ ഓടി. അങ്ങനെ ഓടി ക്ഷീണിച്ചിരിക്കാണ് പാവം. കാല് തെറ്റിപ്പോയപ്പോ കിട്ടത് മാറിപ്പോയി. അയ്യോ, ശരിയാക്കണം. അല്ലേ ഇതിപ്പോ നാളെ നമ്മുടെ ഓണാഘോഷത്തിന്റെ അവസാന ദിവസമാണല്ലോ. ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വീട്ടിൽ അവസാന ദിവസം മതിയല്ലോ പിരിവ് എന്ന് കരുതിട്ടേ ആ പിരിവ് മേടിക്കാൻ വന്ന ശീതളനെന്ന് വിളിക്കേ. ഇവിടെ ഇല്ലല്ല. ഇവിടെ ഇല്ല. എങ്ങാണ്ടേക്ക് പോയി. എങ്ങാട്ടാടാ? എങ്ങാണ്ടേക്ക് പോയി. അയ്യോ, ഓണം തലേന്നായിട്ട് എവിടെ പോകാനാ? സൂതേരന്റെ ക്ലബിന് എന്തെങ്കിലും ന്യായമായിട്ട് തരണമെന്ന് ഇവിടെ പറയണ്ടായി. അല്ല തരലുണ്ട്. അവരൊക്കെ കണ്ടിട്ടാണല്ലോ. ഒന്ന് വിളിച്ചു നോക്ക്. ഒന്ന് വിളിച്ചോക്കാം അല്ലേ? എന്താ വിളിച്ചു നോക്ക്. റിങ്ങിണ്ട്. ഹലോ. അത് വന്നിരിക്കണേ. ഹലോ. ഇതെന്താ ഒരു പൊട്ടിത്തെറിക്കുന്ന റേഞ്ചില്ലേ തോന്നുന്നുണ്ട്. റേഞ്ചില്ലാതെ വല്ല ഒന്നും മനസ്സിലാവില്ലേന്നേ. ഗുണ്ടൽപേട്ട. എവിടെ? ഗുണ്ടൽപേട്ടാണ്. നിങ്ങളല്ലേ ഇവിടെ അടുത്താന്ന് പറഞ്ഞു. ഗുണ്ടൽപേട്ടയാണല്ലോ മൂപ്പര്. പോയിണ്ടാവും. എന്താ ഗുണ്ടൽപേട്ട? മേടിക്കാൻ പൂ മേടിക്കാനേ. പൂവ് മേടിക്കാൻ ഗുണ്ടൽപേട്ട വന്ന പോയല്ല പൂവക്ക. കുഴപ്പമില്ല. ഞാൻ എന്താ പറയാ, ഇനി ദിവസമില്ല. ഞാനിപ്പോ ഒരു നേരിട്ടാണെങ്കിൽ ഒരു 1000 ഒരു 500 രൂപ എഴുതി കൊടുക്കാം അവിടെ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാം. എഴുതാൻ പറ്റേ? ഓക്കെ, നാളെ തന്നാ മതി. സൂതേട്ട ഇത്തവണ 2000 കൊടുക്കണം പുഞ്ചിരി ക്ലബിന് പറഞ്ഞിട്ട് ഇവിടെ പറയണ്ടായി. ആ ഇതിന് ഇതൊക്കെ പറയണ എന്തിനാണ്? എന്നോട് പറഞ്ഞടി. കൊടുത്തിട്ട് മേടിച്ചു. ഓ, അപ്പൊ നാളെ ഘോഷയാത്രയാണ്. എല്ലാവരും വരണം. 2000 മറക്കരുതിട്ടാ. ശരി. സന്തോഷോട്ടാ. പിന്നെ എനിക്കും സന്തോഷമായി. ഇങ്ങനൊരു 4 വീട്ടിൽ നിന്ന് കിട്ടിയ സംഭവം തല്ലുകൊണ്ടതിലും വലുതല്ല എനിക്കിട്ട്. തല്ലു വിളിച്ചാലും വലുതല്ല. എന്തെന്ന് അല്ല, സത്യവാനായിട്ട് അയാള് നുണയം പറഞ്ഞിട്ട് പോയി അകത്ത് നിൽക്കണ എന്തിനാണ്? അപ്പൊ എനിക്ക് പറഞ്ഞ് നാണം കെടുത്തായിരുന്നു. പൊന്നോ, നല്ലൊരു ഓണായിട്ട് കെട്ടിയൊരു ആങ്ങളെ എനിക്ക് സ്വൈര്യം തരൂലേ ഇവിടെ? എന്താണ് നിങ്ങൾക്ക്? നീ ഇവിടെ കിടന്ന് എണ്ണാ കൂട്ടിക്കണ എന്തിനാണ്? 2000 കൊടുത്തു. നീ പറയണേക്കെ ഞാൻ കേട്ട്. എന്റെ നിവർത്തിയേടോണ്ടാണ് ഈ നുണയൊക്കെ എനിക്ക് പറയേണ്ട വന്നത്. എന്റെ ദൈവമേ.